വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഉടൻ ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിളിച്ച സർവകക്ഷി യോഗം തുടരുകയാണ്. ഇതിനിടെ അമിത്ഷായും എസ് ജയശങ്കറും രാഷ്ട്രപതിയെ കണ്ട് സ്ഥിതിഗതികൾ വിശദീകരിച്ചു. അതേസമയം പാകിസ്ഥാനിൽ നിന്നുമുള്ള ഏതുതരം ആക്രമണത്തെയും നേരിടാൻ മിസൈൽ പരീക്ഷണം നടത്തി ഇന്ത്യ. നേവിയുടെ INS സൂറത്തിലാണ് മിസൈൽ പരീക്ഷണം നടന്നത്. പാക് നടൻ ഫവാദ് ഖാൻ നായകനായ ബോളിവുഡ് ചിത്രം അബീർ ഗുലാമിന് ഇന്ത്യയിൽ പ്രദർശന അനുമതി ശ്രദ്ധിച്ചേക്കും. ഇന്ത്യക്ക് പിന്നാലെ പാകിസ്ഥാനും കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ്. ഇന്ത്യയുമായുള്ള വ്യോമ അതിർത്തി അടയ്ക്കാനാണ് പാകിസ്ഥാന്റെ നീക്കം. ഷിംല കരാർ മരവിപ്പിക്കാനും വ്യാപാര കരാർ റദ്ദാക്കാനും പാകിസ്ഥാൻ തീരുമാനിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിളിച്ചു ചേർത്ത ദേശീയ സുരക്ഷാ സമിതി യോഗത്തിലാണ് തീരുമാനം. ഇതിനിടെ ഇന്ത്യ നടപടികൾ ശക്തമാക്കവേ മിസൈൽ പരീക്ഷണം നടത്താൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. പുതിയ സർഫസ് 2 സർഫസ് മിസൈൽ കറാച്ചി തീരത്തു നിന്നും പാകിസ്ഥാൻ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് വിവരം. കിരൺ ബാബു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. കിരൺ, ഇന്ന് പ്രധാനമെന്ന് പറയുന്നത് സർവകക്ഷി യോഗമാണ്. പ്രധാനമന്ത്രി അത് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഒപ്പം മറ്റൊന്ന് രാഷ്ട്രപതിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുക എന്ന സുപ്രധാന നടപടിയും ഡൽഹിയിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഏതൊക്കെ തലത്തിലാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ? ഇന്ത്യ അതിശക്തമായ രീതിയിൽ തന്നെയുള്ള നീക്കങ്ങളാണ് പാകിസ്ഥാനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇന്ത്യ നദീജല കരാർ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് ഇന്നിപ്പോൾ പാകിസ്ഥാൻ തിരിച്ച് ഷിംല കരാർ മരവിപ്പിക്കുമെന്നുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ ഷിംല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ പൗരന്മാരെ അവരുടെ വിസ നിഷേധിച്ചുകൊണ്ട് അവരെ മടക്കി അയക്കാനുള്ള തീരുമാനവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യോമപാത അടയ്ക്കുന്നു. ഇന്ത്യൻ വിമാനങ്ങൾക്ക് ഇനി പാകിസ്ഥാന്റെ മുകളിലൂടെയുള്ള വ്യോമപാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ അനുമതി നിഷേധിച്ചിരുന്നു. ഇരു രാജ്യങ്ങളുടെയും യാത്രാ വിമാനങ്ങൾക്ക് അങ്ങനെ നമ്മുടെ ഇരു രാജ്യങ്ങളുടെയും വ്യോമപാതയിലൂടെ നേരത്തെ തന്നെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അത് പാകിസ്ഥാനെ അടച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കരസേന മേധാവി നാളെ കശ്മീർ സന്ദർശിക്കുന്നുണ്ട്. ഇന്ത്യ ഇന്ന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഏറ്റവും അതിശക്തമായ ഒരു നീക്കത്തിന്റെ ഒരു സൂചന എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്ന് രാഷ്ട്രപതിയെ കണ്ടു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ രാജ്യം അതിസുപ്രധാനമായ നീക്കങ്ങൾ നടത്തുമ്പോൾ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ മന്ത്രിമാരോ, പ്രത്യേകിച്ച് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിൽ ഉൾപ്പെടുന്ന മന്ത്രിമാരോ രാഷ്ട്രപതിയെ കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കാറുണ്ട്. ഇന്ത്യ ഇത്തരമൊരു നീക്കത്തിലേക്ക് ഒരുങ്ങുകയാണ് എന്നുള്ള ധരിപ്പിക്കാറുണ്ട്. എന്താണ് അവർ പറഞ്ഞതെന്നോ അല്ലെങ്കിൽ എന്താണോ അതിൽ നിന്ന് ഇന്ത്യ ചെയ്യാൻ പോകുന്നതെന്നോ വ്യക്തമല്ല എങ്കിൽ പോലും അത് സ്വാഭാവികമായും അതീവ രഹസ്യമായി നടക്കേണ്ട അല്ലെങ്കിൽ നടത്തുന്ന ഒന്ന് തന്നെയാണ്. ബ്രിഗേഡിയർ വേണു നായർ ടെലിഫോണിലായിരുന്നു. ശ്രീ വേണു നായർ, രാഷ്ട്രപതിയെ കണ്ടു പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ, വിദേശകാര്യമന്ത്രിയും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് ലഭ്യമാകുന്നത്. പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് ഇന്ത്യ കടക്കുകയാണ് എന്ന് കരുതാമോ? തീർച്ചയായിട്ടും. എന്നാലും ഇതിനെ കാണേണ്ടത് ഇതൊരു പാർട്ട് ഓഫ് ഫോർമാലിറ്റി. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സസ് ആണല്ലോ. അവരെയും ഷി ഹാസ് ടു ബി കെപ്റ്റ് ഇൻഫോംഡ് ഓഫ് ഓൾ ദ. അപ്പൊ അതിന്റെ നമ്മുടെ റെസ്പോൺസിന്റെ പുരോഗതിയിലേക്കുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് ഇതിനെ കാണുന്നത്. ആക്ച്വലി തീരുമാനങ്ങൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ രാത്രിയിൽ കേട്ട പോലെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി കഴിഞ്ഞിട്ട് ക്യാബിനറ്റ് ഡിസിഷൻസും ഒക്കെയാണ് ഫൈനൽ ഡിസിഷൻസ് എടുക്കേണ്ടത് റെസ്പോൺസിന്റെ. അതിന്റെ നയതന്ത്ര തലത്തിലുള്ള നമ്മുടെ ഇന്ത്യൻ സ്റ്റെപ്സ് ആണ് നമ്മൾ കണ്ടത്. അതിൽ ഉൾപ്പെടുന്നതായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ജല കരാറിന് നമ്മൾ മരവിപ്പിച്ചതാണ്. അപ്പോ പാകിസ്ഥാന്റെ റെസ്പോൺസ് ആയിട്ട് ടിറ്റ് ഫോർ ടാറ്റ്, അത് അവരുടെ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമായിട്ട് നമ്മളെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഏതായാലും പാകിസ്ഥാന്റെ യോഗവും അവർ ഈ പറഞ്ഞതുപോലെ ജലകരാർ റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ചെറിയ കാര്യമല്ല.
ഒരുപാട് ബാധിക്കുന്ന വിഷയമാണ്. അവിടെയാണ് അവർ ഷിംല കരാർ മരവിപ്പിക്കാനും വ്യാപാര കരാറുകൾ റദ്ദാക്കാനും ഒക്കെ തീരുമാനമുണ്ടായിരിക്കുന്നത്. അപ്പോൾ അവരും എന്തൊക്കെയോ നേരത്തെ പറഞ്ഞതുപോലെ ഈ തീരുമാനിച്ച് ചിന്തിച്ച് നടപടികളിലേക്ക് കടക്കുന്നു എന്ന് വേണം കരുതാൻ. അതെ 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 ടേക്കിംഗ് ദിസ് ഫോർവേഡ്. അപ്പോ ഈ വ്യാപാര കരാർ നമ്മള് പാകിസ്ഥാനും ആയിട്ടുള്ള വ്യാപാരം അത്ര വലിയ ലെവലിലല്ല ഇപ്പോഴത്തെ നിലയിൽ നടക്കുന്നത്. അതില് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് പാകിസ്ഥാനാണ്. ഇപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അവര് വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങണം. ഇപ്പോഴാണെങ്കിലും ഇന്ത്യ അട്ടാരി ബോർഡർ വഴി ബൈ റോഡ് പോകുന്നതിന് പകരം ഇവിടെ നിന്ന് ദുബായിലേക്കോ ഗൾഫ് കൺട്രീസിലേക്കോ പോയിട്ട് അവിടുന്ന് പിന്നെ റീ എക്സ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോ അവരുടെ ഈ ഒരു മെന്റാലിറ്റി കൊണ്ട് ഇക്കണോമിക്കലി ഓൾറെഡി ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിന് ഈ അഭിമാനത്തിന്റെ പേരിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കാണ് നഷ്ടം. പിന്നെ ഷിംല കരാറിന്റെ കാര്യം പറയുവാണെങ്കിൽ അത് ഓൾറെഡി അത് ഇൻഎഫക്റ്റീവ് ആണ്. അത് ജൂലൈ 72 എന്റെ ഓർമ്മ അത് സൈൻ ചെയ്തത്. അതിൽ 2 പ്രധാന കാര്യങ്ങളാണ് അന്നുണ്ടായിരുന്നത്. ഒന്ന്, ഇനി ബൈലാറ്ററൽ നെഗോഷിയേഷൻസ് കൂടെ മാത്രമേ ഈ റിലേഷൻസിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാവൂ. അത് തേർഡ് പാർട്ടി വരേണ്ട ആവശ്യമില്ല. അതായിരുന്നു അതിന്റെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ഇപ്പോഴുള്ള ലൈൻ ഓഫ് കൺട്രോളിന്റെ ആ ഒരു സാങ്ക്ടിറ്റി കാക്കണം എന്നാണ് 72 പറഞ്ഞത്. പക്ഷെ അത് 99 നമ്മൾ കരാറുകൾ കണ്ടതല്ലേ. അപ്പോ ഈ കരാറുകൾക്ക് അത് എഴുതിയ സൈൻ ചെയ്ത പേപ്പറിന്റെ വില പോലും അവർ കൽപ്പിക്കുന്നില്ല. പക്ഷെ നമ്മള് ഈ നദി കരാറ് 2 വാറിലും 65 and 71 നമ്മൾ ചെയ്യാത്ത മനുഷ്യത്വത്തിന്റെ ആ ഒരു നമ്മുടെ ഇന്ത്യൻനെറ്റിന്റെ നൽപ്പ് കൊണ്ട് മാത്രമാണ്. അത് ഇവർക്ക് മനസ്സിലാകുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ അയൽക്കാരെ തിരഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ. വി ഹാവ് ഗോട്ട് സച്ച് എ നൈബർ. എന്താ ചെയ്യുക? ബാക്ക് ടു യു. തീർച്ചയായും അതാണ് ശ്രീ പ്രതിരോധ വിദഗ്ധൻ ശ്രീ വേണു നായരാണ് സംസാരിച്ചത്. നന്ദി സർ. കിരൺ, അതാണ് ഈ കരാറുകൾ റദ്ദാക്കുക, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തിരിച്ചടി അല്ലെങ്കിൽ വരുത്തി തീർക്കുന്നു എന്ന് ലോകത്തെ ബോധിപ്പിക്കണമല്ലോ. അതിനപ്പുറത്തുള്ള പ്രാധാന്യം ഇപ്പോൾ കൈക്കൊണ്ട പാകിസ്ഥാന്റെ നടപടികളുമായി ബന്ധപ്പെട്ട് കാണേണ്ടതില്ല എന്നുള്ളതാണ്. അങ്ങനെ തന്നെ വേണം. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലേക്കുള്ള തിരിച്ചടിയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള ആശങ്ക കൂടി സ്വാഭാവികമായും പാകിസ്ഥാനുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ ഈ സിന്ധു നദീജല കരാർ മരവിപ്പിക്കൽ ഒരു തീരുമാനത്തിലേക്ക് പോകും എന്നുള്ളത് പാകിസ്ഥാൻ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത്തരമൊരു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാകുന്ന ഘട്ടത്തിൽ പോലും 1960 രൂപ കൊണ്ട് ഈ കരാറിന് ഏതെങ്കിലും തരത്തിൽ ഒരു വ്യവസ്ഥകളിൽ മാറ്റമുണ്ടാവുക അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഒരു വെല്ലുവിളി ഉയർത്തുകയോ ഒന്നും ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. ലോകത്തെ തന്നെ നദീജല കരാറുകളിൽ ഏറ്റവും സുസ്ഥിരമായ നദീജല കരാറുകളിൽ ഒന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സിന്ധു നദീജല കരാർ എന്നാണ് പലപ്പോഴും ലോകരാജ്യങ്ങൾ തന്നെ വിശേഷിപ്പിച്ചിരുന്നത്. കാരണം പരസ്പരം നിരന്തരം യുദ്ധം ചെയ്യുകയും സംഘർഷത്തിലേർപ്പെടുകയും ചെയ്യുന്ന 2 രാജ്യങ്ങൾ തമ്മിൽ നദീജല കരാർ ഉണ്ടാക്കുകയും ആ നദീജല കരാർ കൃത്യമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. വളരെ കൃത്യമായി തന്നെ ഇന്ത്യ അതിലേക്ക് തന്നെ ഇപ്പോൾ കയറി പിടിച്ചിരിക്കുന്നു. പാകിസ്ഥാനെ സമ്മർദ്ദമാക്കുക, പരമാവധി പാകിസ്ഥാനെ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരിക. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആകെ ജല സ്രോതസ്സിൻ്റെ 3/4 പങ്കും പകുതിയിലേറെ പങ്കും ജലം ലഭിക്കുന്നത് ഈ സിന്ധു നദിയിലോ സിന്ധു നദിയുടെ പോഷക നദികളിലോ നിന്നാണ്. പാകിസ്ഥാൻ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് എന്നത് ഓർക്കണം. പാകിസ്ഥാന്റെ കാർഷിക മേഖലയൊക്കെ അങ്ങനെ മെച്ചപ്പെട്ട ഒരവസ്ഥയിലൊന്നുമല്ല ഇപ്പോഴുള്ളത്. ഈ പാകിസ്ഥാൻ്റെ ഒരു രാജ്യം ഈ ഭീകരവാദമൊക്കെ ചെയ്യുമ്പോഴും ആ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ അവസ്ഥ അത്യന്തം ദയനീയമാണ്. അവിടേക്ക് ജലത്തിൻ്റെ വിഷയത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ അത് വലിയ കലാപത്തിലേക്കോ അല്ലെങ്കിൽ ആഭ്യന്തര സംഘർഷത്തിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അത്തരം ഒരു നയതന്ത്ര നീക്കത്തിലേക്ക് ഇന്ത്യ കടന്നത്. സ്വാഭാവികമായും അവർക്ക് തിരിച്ച് പറയാൻ കഴിയുന്നത് ചെയ്യാൻ കഴിയുന്നുവെന്ന് ഈ ഷിംല കരാറിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറയുന്നതാണ്. ഇപ്പോൾ അങ്ങനെ ഷിംല കരാറിൽ നിന്ന് അവർ പിൻവാങ്ങുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ മരവിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഇന്ത്യക്ക് മേൽ ചെലുത്താൻ കഴിയുന്ന ഒന്നല്ല. പരസ്പര ധാരണയില്ലാതെ പരസ്പര തീരുമാനമില്ലാതെ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകാം അല്ലെങ്കിൽ തീരുമാനമെടുക്കാം എന്നതിനപ്പുറത്തേക്ക് അതുകൊണ്ട് ഇന്ത്യക്ക് ആകെ 2 കരാറുകളുടെയും വ്യാപ്തിയും അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവമൊക്കെ പരിശോധിക്കുമ്പോൾ ഇന്ത്യ എടുത്ത തീരുമാനത്തോട് ഒത്തുനിൽക്കുന്ന അല്ലെങ്കിൽ അതേ ഗൗരവത്തിലുള്ള ഒരു തീരുമാനമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയകാലത്ത് നമ്മൾ ബംഗ്ലാദേശിനെ മോചിപ്പിച്ച് മറ്റൊരു രാജ്യമാക്കി ഇന്ത്യ മാറ്റിയ ലോകത്തെ തന്നെ യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ ഒരു യുദ്ധം കൊണ്ട് ഒരു വിജയമുണ്ടായി എന്ന് ആത്യന്തിക വിജയമുണ്ടായി എന്ന് പറയുന്നെങ്കിൽ അങ്ങനെ ഒരു യുദ്ധമായി കൂടി ഇന്ത്യ നടത്തിയ ഒരു യുദ്ധമാണ് അത്. തീർച്ചയായും തുടരുക.